ജ്യൂസ് നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ആ മോഡൽ ശരിയാവില്ല. ബോഡി ഫിറ്റ്നസിന്റെ കാര്യത്തിൽ പോലും ഷീസ് ബിലോ ആവറേജ്. നമ്മൾ ചെയ്യുന്ന പരിസരത്തിന് അതിന്റേതായ ക്വാളിറ്റി വേണം. എസ്റ്റാബ്ലിഷ് മോഡൽസ് അല്ല നമുക്ക് വേണ്ടത്. എ ഫ്രഷ് ന്യൂ ഫേസ്, എ ഗോർജിയസ് ലുക്കിംഗ് ഡാംസൽ ലൈക്ക് ദ ഹെലൻ ഓഫ് ട്രോയ്. അതാണ് എന്റെ മനസ്സിലെ കൺസെപ്റ്റ്. ഓക്കെ, പിന്നെ വിളിക്കാം. അറിയാതെ പറ്റിപ്പോയതാ. അയ്യോ, പിടിക്കാനല്ല, തടവാൻ വേണ്ടി വന്നതാ. That long one. Thank you. Welcome. Sir, please. എന്താ ഇത്? ലക്കി കൂപ്പൺ, ഫെസ്റ്റിവൽ ഓഫറാ. 5 കിലോ സ്വർണ്ണ പ്രൈസ്. ഓക്കെ, താങ്ക് യു. ഇത് എന്റെ കൂപ്പൺ അല്ലല്ലോ, പേര് വേറെയാ. ഓ സോറി, ഇത് അഖില മാഡത്തിന്റെയാ. ഇപ്പൊ പോയില്ലേ പെൺകുട്ടി? ഡേവിഡ്, വെയിറ്റ് ചെയ്യൂ സർ, ഇപ്പൊ മാറ്റിത്തരാം. ഏയ്, ഇറ്റ്സ് ഓക്കെ, ഐ നോ ഹർ. ഞാൻ കൊടുത്തോളാം. താങ്ക് യു സർ. ഹലോ, കൂപ്പൺ, ലക്കി കൂപ്പൺ. ചേട്ടാ, ഒരു മിനിറ്റ്. എന്തായി കാണിക്കുന്നത്? അയ്യോ, ഐ ആം കിച്ചു, കൃഷ്ണകുമാരൻ എന്ന കിച്ചു. കൂപ്പൺ മാറിപ്പോയി. കൂപ്പണോ? ഏത് കൂപ്പൺ? അയ്യോ, ലക്കി കൂപ്പൺ. അതായത് കുട്ടിയുടെ കൂപ്പൺ എന്റെ കയ്യിലും എന്റെ കൂപ്പൺ കുട്ടിയുടെ കയ്യിലുമായി പോയി. കൂപ്പണുകളുടെ ഒരു കളിയെ, ഒരു സ്ലൈറ്റ് കൺഫ്യൂഷൻ. ചേട്ടൻ അവിടെ ഇരിക്കുന്നേ. അല്ല, ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, കൂപ്പൺ മാറിപ്പോയി. 5 കിലോ സ്വർണ്ണ സമ്മാനം വെറുതെ അങ്ങ് കളയാൻ പറ്റുമോ? ഇതെടുത്തിട്ട് കുട്ടിയുടെ കയ്യിലുള്ള ഇങ്ങോട്ടാന്നേ. താങ്ക് യു. കുട്ടിയുടെ കൂപ്പൺ. 5 കിലോ സ്വർണം കിട്ടും, കളയല്ലേ. 1 മിനിറ്റ്. അഖില എന്ന പേരല്ലേ? നൈസ് നെയിം. ഡ്രൈവർ, വണ്ടി എടുക്കൂ. സ്റ്റോപ്പ് ഇറ്റ്. എനിക്കിനൊന്നും കേൾക്കണ്ട. ഐ നോ എവറിത്തിങ്. എല്ലാ ആണുങ്ങളും ഒരുപോലെ. നുണയന്മാർ, ചതിയന്മാർ. അയ്യോ, പതുക്കെ ഒന്ന് എഴുതിക്കോട്ടെ. നുണയന്മാർ, ചതിയന്മാർ. എന്തൊക്കെയാണ് പറഞ്ഞത്? ജന്മാന്തരങ്ങളായുള്ള ബന്ധം മരിച്ച ഈ മുഖം മനസ്സിൽ നിന്നും ആയില്ല. ഇനി ഇതും പറഞ്ഞ് എന്റെ മുമ്പിൽ വന്ന ചെരുപ്പ് കരണത്തോളൂന്ന് പറഞ്ഞേക്ക്. ഇതെടുത്ത് മാറ്റിക്കേ. അയ്യോ, അപ്പൊ ഈ ചെയിനോ? Have a nice day, madam. Thank you. അതും ചീറ്റി. പാതിരാത്രിയിലും പകൽ വെളിച്ചം. ഇതാ ഒരു ബദൽ പവർ സപ്ലൈ, ഹൈപ്പർ ഇൻവെർട്ടേഴ്സ്. ഓക്കെ മായ. വെൽ ഡൺ മായ, വെൽ ഡൺ. ഗുഡ് ഷോ. ഈ പരസ്യം പുറത്തു വരുന്നതോടെ മിസ് മായയുടെ മാർക്കറ്റ് കുതിച്ചു വരും. നോ ഡൗട്ട്. താങ്ക് യു സർ. നോ മെൻഷൻ പ്ലീസ്. മിസ്റ്റർ ജേക്കബ് സർ, നെക്സ്റ്റ് ക്രെയിൻ ഷോട്ട് അല്ലേ? അതെ. Then make it fast. Yes sir. I was really impressed. മായ, അതൊക്കെ ഓക്കെ. ടീനയുടെ ഹെയർ സ്റ്റൈലും ചേഞ്ച് ചെയ്തേക്കും. ചെന്നാട്ടെ. മായയുടെ എഗ്രിമെന്റിൽ ഞാനൊരു ചെറിയ ചേഞ്ച് വരുത്താൻ തീരുമാനിച്ചു. എന്താ സർ? പേടിക്കണ്ട, നല്ല കാര്യമാ. ഞാനൊരു 50,000 റുപ്പീസ് ഇൻക്രീസ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് സർ. ഒരു ചെറിയ ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ. മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ലല്ലോ? ചോദിക്കൂ സർ. മായയുടെ ഈ ബോഡി ഷേപ്പാണ് ക്യാച്ച്. ഹൗ ഡു യു മെയിൻറ്റെയിൻ ദിസ്? ഡയറ്റിംഗ് ആണോ അതോ എക്സർസൈസ് ആണോ? അങ്ങനെയൊന്നുമില്ല സർ. മൈ ഗോഡ്, എന്ന് വെച്ചാൽ ജന്മനാ കിട്ടിയത്. ഗോഡ്സ് ഗിഫ്റ്റ്. വണ്ടർഫുൾ, വണ്ടർഫുൾ. ഐ റിയലി അപ്രീഷിയേറ്റ്. ഒരു ഇന്റർവ്യൂ പോലും നടത്താതെ സ്റ്റിൽസ് മാത്രം കണ്ട് മായ ഞാൻ ഫിക്സ് ചെയ്തെന്താണെന്ന് അറിയാമോ? ഐ വാസ് ദാറ്റ് മച്ച് കോൺഫിഡന്റ്. മാത്രമല്ല, മറ്റൊരു മോഡലിനോടും തോന്നാത്ത എന്തോ ഒന്ന് മായയെ കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഈ ജന്മാന്തരങ്ങളുടെ ബന്ധം എന്നൊക്കെ പറയാറില്ലേ സാറേ? വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക, പിന്നെ വരും. അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഇതെന്ന് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. ഉടനെ വരും. ജസ്റ്റ് എ മിനിറ്റ്. പറഞ്ഞു തൊലയ്ക്ക്. എന്താ കാര്യം? റിപ്ലൈ കിട്ടി. ആണോ? കള്ളൻ, തെണ്ടി, ചെറ്റ, ഇഡിയൻ, റാസ്കൽ. എന്താണോ ഇത്? ഇത് കംപ്ലീറ്റ് ആ പെണ്ണ് വിളിച്ച തെറികളാ.
സാറിന്റെ മുഖത്തോക്കി പറയാനുള്ള മടി കൊണ്ട് എഴുതിക്കൊണ്ട് വന്നത്. നീ വല്ല വൃത്തിയോടും പറഞ്ഞു. ഞാനെന്ത് വൃത്തിയോട് പറയാൻ? പക്ഷേ സാറ് പണ്ടൊരു വൃത്തികേട് കാണിച്ചിട്ടുണ്ട് എന്നാ കുട്ടി എന്നോട് പറഞ്ഞു. അതപ്പോ എന്റെ സാറേ, ഇതിങ്ങനെയൊക്കെ മുഖമെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചൂടെ? ഇത് സാറ് പണ്ടൊരിക്കൽ ചെയിൻ കൊടുത്ത കേസാ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്താ അവളുടെ പേര്? ഷീല. ഷീല. ഓ, സാൻഡ്രോ ഷീല. അവൾക്കൊരു സാൻഡ്രോ കാറില്ലേ? കറക്റ്റ്. സാറിനെ പോലൊരു ചതിയനെ ലോകത്ത് കണ്ടിട്ടേയില്ലെന്നും പറഞ്ഞു. പിന്നെ ഈ ജന്മാന്തരങ്ങളുടെ ബന്ധത്തെ കുറിച്ച് സാറ് വല്ലതും പറഞ്ഞു? അതിപ്പോ എല്ലാ ആളുമാരോടും പറയുന്നില്ലേ. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. കല്യാണം കഴിഞ്ഞ സാറ് വെറുതെ എന്തിനാ വില കളയുന്നത്? കല്യാണം കഴിഞ്ഞാൽ വില പോകുന്നു നിന്നോടാരാ പറഞ്ഞു? അങ്ങനെയല്ല, കല്യാണം കഴിഞ്ഞ സാറ് വെറുതെ ഈ നിലയിൽ വില കളയണോന്ന് ചോദിക്കായിരുന്നു. എടാ കിച്ചു, ഒരു പരസ്യ കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നത് ചില്ലറ കാര്യമല്ല. സുന്ദരികളായ മോഡൽസ് ആണ് ഒരു പരസ്യ കമ്പനിയെ നിലനിർത്തുന്നത്. അതുങ്ങൾക്ക് ശമ്പളം മാത്രം കൊടുത്താ പോരാ. ഇതുപോലുള്ള ചില റൊമാൻറ്റിക് പൊടിക്കൈകൾ ഇറക്കിയില്ലെങ്കിൽ ഇവള് മറുപടി പോയി കളയും. ചാക്കിട്ട് പിടിക്കാൻ ഇവിടെ കമ്പനികൾ മത്സരമാണ്. ഒരുത്തിയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. പിന്നെ ചക്കരക്കുടത്തി കൈയിട്ട നക്കണമെന്ന് പുരാണത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട്. ആ, പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നക്കണം. കാറിന്റെ ചാവി, ക്രെഡിറ്റ് കാർഡ്, ചെയിൻ മാത്രം വേസ്റ്റ് ആയി. ഏയ്, ഒരിക്കലും വേസ്റ്റ് ആവില്ല. ചെയിനാണിപ്പോ അത്യാവശ്യം. പിന്നെ ഈ വണ്ടിക്കടിച്ച പെട്രോൾ, വഴിച്ചെലവ്, പിന്നെ അതെന്താ താൻ ചോദിക്കാത്തെന്ന് ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. കണക്കും ബാലൻസ് ഞാൻ പിന്നെ തരാം. ഇയാൾ ഓഫീസിലോട്ട് മിസ് മായ. മായ, പ്ലീസ് കം. എന്താ സർ? ഹിയർസ് എ സർപ്രൈസ് ഫോർ യു. കണ്ണടയ്ക്കൂ. എന്തിനാ സർ? കണ്ണടയ്ക്കൂ. തുറക്കൂ. 22 carats, 916, 5 sovereigns, all for you. Happy? Sure, sir. എല്ലാവരും പറയുന്നു 916. അതേ ഞാൻ തരുന്നു 916, ഓക്കെ? അമ്മ എന്തൊക്കെയാ കയറ്റി വെക്കുന്നത്? ഇതേപോലെ കഴിഞ്ഞ മാസം കൂടെ തന്നയച്ചതല്ലേ? അതൊക്കെ തീർന്നു കാണില്ലേടാ. എവിടെ തീരാൻ? അല്ലെങ്കിൽ ഇതൊക്കെ അവിടെയും കിട്ടുന്നതല്ലേ? അമ്മ എന്തിനാ വെറുതെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? എന്നാലും അമ്മ ഉണ്ടാക്കി തരുന്നതിന്റെ സ്വാദ് കിട്ടൂടാ കടപ്പലാരത്തിന്. എടാ കേച്ചുട്ടാ, അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടെന്നുണ്ടെങ്കിൽ നീ എനിക്ക് കൂട്ടിനൊരാളെ കൊണ്ടെത്താ. ഓ, കല്യാണം. എന്റെ അമ്മയെ, എന്റെ കല്യാണം എന്നേ കഴിഞ്ഞു. ഇതാണ് എന്റെ ഭാര്യ. അമ്മയൊന്ന് അനുഗ്രഹിച്ചേ. എന്താ ഇത്? മനുസാർ എനിക്ക് വേണ്ടി പണിയാൻ പോകുന്ന ബ്രാഞ്ചിന്റെ ബ്ലൂ പ്രിന്റാ. എന്നോട് അത്രയ്ക്ക് ഇഷ്ടം മനുസാറിന്. സ്വന്തമായിട്ടൊരു പരസ്യ കമ്പനി, അതെന്റെ സ്വപ്ന. അത് നേടിയിട്ടേ ഉള്ളൂ കല്യാണം. പണ്ടൊരു നമ്പൂതിരി ഫലിതമില്ലേ? ആദ്യം അന്തസ്, പിന്നെ അന്തർജനം. അയ്യോ, സമയം പോയി, ട്രെയിൻ മിസ്സാവും. അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കളിച്ച് ചിരിച്ച് സന്തോഷമായിട്ടിരിക്കണം. നീ മാറി നിന്നാ എങ്ങനെയാ അമ്മ സന്തോഷിക്കാൻ? അതിനൊരു വഴിയുണ്ട്. കണ്ണ് രണ്ടും ഇങ്ങനെ അടച്ചു പിടിച്ച് മകന്റെ മുഖം മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചാ മതി. അപ്പൊ ബാലമാമേ, ആയിക്കോട്ടെ. ഓക്കേ.